ഹലോ കൂട്ടുകാരെ, നമ്മൾ ഗുണന പട്ടികയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിൻ്റെ ഗുണന പട്ടിക നമ്മൾ പഠിച്ചായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ രണ്ടിൻ്റെ ഗുണന പട്ടിക പഠിക്കാൻ പോകുന്നത്. ഒരു രണ്ട് രണ്ട്, ഇരു രണ്ട് നാല്, മൂ രണ്ടാറ്, നാല് രണ്ട് എട്ട്, ഐ രണ്ട് 10, ആറ് രണ്ട് 12, ഏഴ് രണ്ട് 14, എട്ട് രണ്ട് 16, 9 രണ്ട് 18, 10 രണ്ട് 20. ഒന്നുകൂടെ നോക്കാം. ഒരു രണ്ട് രണ്ട്, ഇരു രണ്ട് നാല്, മൂ രണ്ടാറ്, നാല് രണ്ട് എട്ട്, ഐ രണ്ട് 10, ആറ് രണ്ട് 12, ഏഴ് രണ്ട് 14, എട്ട് രണ്ട് 16, 9 രണ്ട് 18, 10 രണ്ട് 20. നമുക്ക് ഇംഗ്ലീഷിലൊന്ന് നോക്കിയാലോ. 1 × 2 = 2, 2 × 2 = 4, 3 × 2 = 6, 4 × 2 = 8, 5 × 2 = 10, 6 × 2 = 12, 7 × 2 = 14, 8 × 2 = 16, 9 × 2 = 18, 10 × 2 = 20. ഇവിടെ നോക്കിക്കാൻ നമുക്കൊരു പ്രത്യേകത കാണാം. 2, 4. ആ രണ്ടിനോട് 2 കൂട്ടി 4, 4നോട് 2 കൂട്ടി 6, 6നോട് 2 കൂട്ടി 8, 8നോട് 2 കൂട്ടി 10, 10നോട് 2 കൂട്ടി 12, 12നോട് 2 കൂട്ടി 14, 14നോട് 2 കൂട്ടി 16, 16നോട് 2 കൂട്ടി 18, 18നോട് 2 കൂട്ടി 20. അപ്പോൾ നമുക്ക് പറയാം 2വിൻ്റെ ടേബിളിൽ 2ൻ്റെ ടേബിളിൽ 2 കൂട്ടി വന്നാൽ മതി. 2 എന്ന സംഖ്യയോട് വീണ്ടും 2 കൂട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര സംഖ്യയുടെ മൾട്ടിപ്ലിക്കേഷൻ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അതുപോലെ ഒന്നിൻ്റെ പ്രത്യേകത അങ്ങനെ തന്നെ ഉണ്ട്. ഒരു ഒന്ന് 1, ഈരൊന്ന് 2, മൂവൊന്ന് 3, നാലൊന്ന് 4, ഐയൊന്ന് 5, ആറൊന്ന് 6, ഏഴൊന്ന് 7, എട്ടൊന്ന് 8, ഒമ്പതൊന്ന് 9, പത്തൊന്ന് 10. അത് നോക്കിക്കേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഒന്നിനോട് 1 കൂട്ടി 2, 1, ഒന്നിനോട് 1 കൂട്ടി 2, രണ്ടിനോട് 1 കൂട്ടി 3, മൂന്നിനോട് 1 കൂട്ടി 4, 5, 6, 7, 8, 9, 10. ഒന്നിൻ്റെ ടേബിളാണ് 1. ആദ്യം കിട്ടുന്ന സംഖ്യയോട് 1 കൂട്ടി വരണം. 2ൻ്റെ സംഖ്യ ആണെങ്കിൽ ആദ്യം കിട്ടുന്ന സംഖ്യയോട് 2 കൂട്ടി വരണം. അപ്പം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലെങ്കിൽ ഗുണന പട്ടിക പഠിക്കാനുള്ള ഒരു എളുപ്പ വഴിയും കൂടെ പഠിച്ചു. നാളെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.